Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to discuss the second part of the spoken poem When Love Arrives, which is included in the second semester AEC English paper for literatures students, which is there in the FYUGP scheme of University of Calicut. So this lesson is an explanation from the point of view of the questions that are given in the text. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സ്പ്ലനേഷൻ, എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ദ തീം ഓഫ് എവല്യൂഷൻ ഓഫ് ലവ് ദാറ്റ് ഈസ് ദർ ഇൻ ദി പോം. ആസ് വി നോ, പോം ഒരു ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു എവല്യൂഷനാണ്. മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്ന കുറേ ഇൻഫെച്വേഷൻസും ഫാൻറ്റസീസിൽ നിന്നും എങ്ങനെ ഒരു മെച്യൂർ ലവിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. സോ ദ പോം ട്രേസസ് ഹൗ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ് മെച്യൂർസ് ഓവർ ടൈം, ബിഗിനിങ് വിത്ത് നെയ്വ് 7th ഗ്രേഡ് എക്സ്പെക്റ്റേഷൻസ്. ഈ ഒരു സ്പീക്കേഴ്സ് പറയുന്ന ഒരു 7th ഗ്രേഡിലൊക്കെയുള്ള കുട്ടികളുടെ വളരെ നെയ്വായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ഹോപ്സിൽ നിന്നും പിന്നെ എന്തിലേക്കാണ് പ്രണയം എന്നുള്ള കോൺസെപ്റ്റ് മാറുന്നത് എന്നുള്ളതാണ്. സോ ദ സ്പീക്കേഴ്സ് ഇനീഷ്യൽ വിഷൻ ഓഫ് ലവ് ഇസ് ഹൈലി സ്പെസിഫിക് യെറ്റ് സൂപ്പർഫിഷ്യൽ, ഫോക്കസ്ഡ് ഓൺ എക്സ്റ്റേണൽ മാർക്കേഴ്സ്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, ആൺകുട്ടി പറയുന്നുണ്ട് പിന്നെ ഫ്രഞ്ച് ബ്രെയ്ഡ് ഉള്ള കുട്ടിയായിരിക്കും വെൻ ഷി അപ്പിയേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഗേള് പറയുന്നുണ്ട് ഹെംപ് നെക്ലസ് പോലെയുള്ള ഒരു സാധനം ധരിച്ചിട്ടുണ്ടാവും, ബീറ്റിൽ സോങ് ഇഷ്ടമുണ്ടാവും എന്നൊക്കെ. സോ ദിസ് റെപ്രസെൻറ്റ്സ് ഹൗ യങ് പീപ്പിൾ ഓഫൻ കൺസ്ട്രക്ട് എലാബറേറ്റ് ഫാൻറ്റസീസ് അബൌട്ട് ലവ് ബിഫോർ എക്സ്പീരിയൻസിങ് ഇറ്റ്. സോ പ്രണയം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഉള്ള കുറേ എലാബറേറ്റ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കും മൈ ലവർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ആസ് ദ പോം പ്രോഗ്രസ്സസ് ദീസ് ഐഡിയലൈസ്ഡ് വിഷൻസ് കൊളൈഡ് വിത്ത് റിയാലിറ്റി. ഇപ്പോൾ കവിത ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഐഡിയലൈസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ഈ ധാരണകളൊക്കെ റിയാലിറ്റിയുമായിട്ട് ചെന്ന് ഇടിക്കുന്നത് നമുക്ക് കാണാം. സോ ബട്ട് വെൻ ലവ് ഫൈനലി ഷോഡ് അപ്പ് എന്ന് പറയുമ്പോഴാണ് ക്രൂഷ്യലായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഹ്യൂമർ ആൻഡ് ഐറണി ആസ് ദ സ്പീക്കേഴ്സ് ഡിസ്കവർ ലവ്സ് അൺപ്രഡിക്റ്റബിലിറ്റി. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ അപ്പിയർ ചെയ്യുമ്പോൾ അതിനൊരു അൺപ്രഡിക്റ്റബിൾ, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത, മുന്നേ കാലക്കൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് റിയാലിറ്റി ആയി വരുമ്പോഴാണ് ഇതിലൊരു ഹ്യൂമർ, ഐറണിക്കൽ എലമെൻറ്റ് ഉണ്ടാവുന്നത്. സോ ദ ഡിസ്ക്രിപ്ഷൻ ഷിഫ്റ്റ്സ് ഫ്രം റൊമാൻറ്റിക് ഐഡിയൽസ് ടു ഓക്വേർഡ് റിയാലിറ്റീസ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള റിയാലിറ്റിയിലേക്കാണ് ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള നോഷൻസ് മാറി മറിയുന്നത്. എവറി ടൈം ഐ ട്രൈ ടു കിസ് ലവ് അവർ ടീത്ത് ഗോട്ട് ഇൻ ദ വേ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമ പാട്ടുകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഇമാജിനേഷനിൽ നിന്നും റിയൽ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ദ ഫൈനൽ ഫേസ് ഷോസ് ലവ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് മെച്യൂർ ഫോം, ഇംപെർഫെക്റ്റ് ബട്ട് ജെനുവിൻ. ഒരു ലാസ്റ്റ് ഫേസ്, പോയത്തിൻ്റെ ലാസ്റ്റ് ഫേസിൽ നമുക്ക് കാണുന്നത് ഇതിൻ്റെ മെച്യൂർ ഫോമിലുള്ള പ്രണയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇംപെർഫെക്റ്റ്, പക്ഷേ അത് ജെനുവിൻ ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും. ലവ് ബിക്കംസ് ബോത്ത് മോർ കോംപ്ലെക്സ്, ദാറ്റ് മീൻസ് ലവ് ഇസ് മെസ്സിയർ നൗ, നോട്ട് ആസ് സിമ്പിൾ. ഇപ്പോൾ സ്വന്തം ലവറെ കാണുമ്പോൾ പിന്നീട് അയാൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളായിരിക്കാം. ബട്ട് ലവ് ഇസ് ഇമ്പോർട്ടൻറ്റ് and more authentic. Love will tell you you are beautiful and mean it. So that means വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള പ്രണയിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിനപ്പുറം ഡീപ്പറായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നു. സോ ഹി വിൽ അപ്രിഷ്യേറ്റ് യു. ദിസ് പ്രോഗ്രഷൻ demonstrates how genuine love emerges from accepting rather than idealizing reality. സോ ഈ ഒരു പ്രോഗ്രഷനിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ജെനുവിൻ ലവ് എന്ന് പറയുന്നത് ഒരു അക്സെപ്റ്റൻസ് ആണ്, പരസ്പരമുള്ള സ്വീകരിക്കലാണ്, ദാൻ ഐഡിയലൈസിങ് റിയാലിറ്റിയെ നമ്മൾ കുറേ റൊമാൻറ്റിസൈസ് ചെയ്ത് ഐഡിയലാക്കി വെക്കുന്നതിന് പകരം അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റിയാണ് മെച്യൂർ ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ഇത് വരുന്നത്. ആൻഡ് mature love as a mutual experience.
ഇതുവരെ നമ്മൾ ആ സ്പോക്കൺ പോയട്രീൻ്റെ ഏർലി ഫോമിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വളരെ ഫാസ്റ്റായിട്ട് അവരുടേതായ ഐഡിയൽസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ ആസ് ദേ സ്പീക്ക് അബൌട്ട് മെച്യൂർ ലവ്, വി കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലവ് ഇസ് എ മ്യൂച്വൽ എക്സ്പീരിയൻസ്. അത് രണ്ട് പേർക്കും ഒന്നിച്ചുള്ള ഒരു ഫീലിംഗ് ആണ് എന്നുള്ളത്. സോ ദ ഡുവൽ വോയിസ് സ്ട്രക്ചർ ക്രിയേറ്റ്സ് എ റിതം ദാറ്റ് മിമിക്സ് കോൺവെർസേഷൻ. ആൻഡ് സ്പോക്കൺ പോയട്രി എന്ന് പറയുന്നത് കോൺവെർസേഷൻ മോഡിലാണ് സംഭവിക്കുന്നത്. സോ ഇത് ഒരു ഇമിറ്റേഷനാണ്, കോൺവെർസേഷൻ്റെ ഒരു ഇമിറ്റേഷൻ നമുക്ക് അവിടെ ആ ഒരു റിതത്തിൽ കിട്ടും. അലോയിങ് ദ പോയിറ്റ്സ് ടു ബിൽഡ് ഓൺ ഈച്ച് അതേഴ്സ് ഐഡിയാസ്. രണ്ടുപേരും ഒരേ സമയം അവരുടെ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വൈൽ മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്സ്. പക്ഷെ രണ്ടുപേരും പറയുന്നത് വേറെ വേറെ ideals ആണ്. So this approach emphasizes both the universality and individuality of love experiences. അപ്പോൾ ലവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലുമാണ്, അതേ സമയം അത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടിയാണ്. ഇറ്റ് അസേർട്സ് ദ ഡുവൽ ആസ്പെക്റ്റ് ഓഫ് ലവ്. അപ്പോൾ പ്രണയത്തിൻ്റെ ഒരു ഡുവൽ ആസ്പെക്റ്റാണ് നമുക്കതിൽ മനസ്സിലാവുന്നത്. Then love is a mutual rather than singular experience. Love is shown as leading to self-discovery. As a baby teeth metaphor acknowledges, losing love is gaining love. So ഒരു സെൽഫ് ഡിസ്കവറി കൂടിയുണ്ട്, സ്വയം കണ്ടെത്തൽ കൂടിയുണ്ട് പ്രണയത്തിൽ. ഐ ആം ദിസ് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. സോ ബേബി ടീത്തിൻ്റെ മെറ്റഫർ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആരുടെയും പാൽപ്പല്ലുകൾ നമുക്ക് വെൻ യു ഗെറ്റ് ഓൾഡ് ഇറ്റ് ഗോസ് എവേ, അത് കൊഴിഞ്ഞു പോവും. അപ്പോൾ അത് വളരെ ഇനെവിറ്റബിളായിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. നമ്മുടെ ഗ്രോത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോസസ്സാണ് ഈ പല്ലിൻ്റെ കൊഴിഞ്ഞു പോയാലേ പുതിയ സ്ട്രോങ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾ വരുള്ളൂ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് പ്രണയം, ആദ്യത്തെ പ്രണയങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. ഇറ്റ് ടീച്ചസ് വൺ ടു ബിക്കം പ്രാക്ടിക്കൽ ആൻഡ് അക്കോമഡേറ്റീവ് ഇൻ വൺസ് ലൈഫ് ആൻഡ് ഡ്രീംസ് അബൌട്ട് ലൈഫ്. അതിലൂടെയാണ് നമ്മൾ ലൈഫിനെ ചേഞ്ചസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചേഞ്ചസിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു പാഠങ്ങൾ പഠിക്കുന്നത്. അതുപോലെ ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറം പോകുന്ന ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. സോ വെൻ ലവ് അറൈവ്സ് സക്സീഡ്സ് ബോത്ത് ആസ് ആർട്ട് ആൻഡ് വിസ്ഡം ലിറ്ററേച്ചർ. ഇതൊരു മെച്യൂരിറ്റി എന്താണ് എന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പോമായിട്ടാണ് വരുന്നത്. ഇറ്റ് ചാർട്ട്സ് ദി എ പാത്ത് ഫ്രം സിംപ്ലിസ്റ്റിക് റൊമാൻറ്റിക് ഫാൻറ്റസീസ് ത്രൂ ഡിസൊല്യൂഷൻമെൻറ്റ് ടു മെച്യൂർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള റൊമാൻറ്റിക് ഫാൻറ്റസികളിൽ നിന്നും ഇമാജിനേഷനുകളിൽ നിന്നും അടുത്തത് വരുന്നത് ഡിസൊല്യൂഷൻമെൻ്റാണ്. പ്രണയത്തിലുള്ള നഷ്ടം വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും നഷ്ടബോധവും ഒക്കെയാണ്. അതിൽ നിന്നും പിന്നീടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് മെച്യൂറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മെച്യൂറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവോൾവ് ചെയ്ത് വരുന്നു. സജസ്റ്റിംഗ് ദാറ്റ് റിയൽ ലവ് ഇസ് ഫൗണ്ട് നോട്ട് ഇൻ പെർഫെക്ഷൻ ബട്ട് ഇൻ ഒതൻറ്റിസിറ്റി. അപ്പം ശരിക്കുള്ള പ്രണയം എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, നമ്മൾ ഇമാജിൻ ചെയ്ത് അതുപോലെ എല്ലാം പക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ, ഒരു വുമൺ ആയിരിക്കില്ല ലവ് ലൈഫിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും. അതേസമയം ഒതൻറ്റിക് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള പ്രണയം, അതിനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റുമാണ് ഇവിടെ വരുന്നത്. സോ ദ പോം സ്ട്രക്ചർ, ഇമേജറി ആൻഡ് പ്രോഗ്രഷൻ മിറർ ദിസ് മെസ്സേജ്. ലവ് ലൈക്ക് പോയട്രി ബിക്കംസ് റിച്ചർ ആൻഡ് മോർ മീനിങ്ഫുൾ വെൻ ഇറ്റ് എംബ്രേസസ് കോംപ്ലെക്സിറ്റി റാദർ ദാൻ സീക്കിംഗ് ആൻ ഇമ്പോസിബിൾ ഐഡിയൽ. ഓരോരുത്തർക്കുമുള്ള വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള, ഒരിക്കലും നടക്കാത്ത ഐഡിയൽ ആയിരിക്കും ഇമാജിനേഷനിൽ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ലവ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ എക്സ്പീരിയൻസ് ആണ്. അത് രണ്ടുപേരുടെയും ഈ റിലേഷൻഷിപ്പുള്ള ഓരോരുത്തരുടെയും കോംപ്ലെക്സിറ്റി, അവരുടെ സ്വഭാവത്തിലുള്ള കോംപ്ലെക്സിറ്റി ആയിട്ടുള്ള എല്ലാ എലമെൻസും നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ് അതൊരു മ്യൂച്വൽ എക്സ്പീരിയൻസ് ആയി മാറുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും. സോ ആ ഒരു പോയിൻ്റാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നൗ കമ്മിങ് ടു ദ സ്ട്രക്ചർ ആൻഡ് ഫോം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഫോമുമാണ്. സോ വെൻ ലവ് അറൈവ്സ് എംപ്ലോയ്സ് എ യുണീക്ക് ഡയലോജിക് സ്ട്രക്ചർ. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ നമുക്കൊരു ഡയലോജിക് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. കോൺവെർസേഷനാണ്. രണ്ടുപേര് പരസ്പരം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും ഓരോ സ്റ്റേജിലുള്ള പ്രണയത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്കാണ് കവിത പോകുന്നത്. സോ ഇറ്റ്സ് എ യുണീക്ക് ഡയലോജിക് സ്ട്രക്ചർ ദാറ്റ് മിറേഴ്സ് ദ എവല്യൂഷൻ ഓഫ് ലവ് itself. The poem is constructed as a conversation between two voices.
here we can see K and K, Phil Kയും Sarah Kയും they are like trading lines. ഒരാളൊരു വരി പറയുമ്പോഴേക്ക് അതിൻ്റെ ഫീമെയിൽ ഫീലിംഗ് എന്താണോ അത് അടുത്തയാൾ അപ്പോഴേക്കും എടുത്തിടുന്നു. ഇൻ എ വേ ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ബോത്ത് ഹാർമണി ആൻഡ് കൗണ്ടർ പോയിൻറ്റ്. അത് ചിലപ്പോൾ രണ്ടുപേരുടെയും എമോഷൻസ് നമ്മളൊരു കോൺവെർസേഷനിൽ പറയുന്ന പോലെ തനിക്ക് എന്താ തോന്നിയത് എന്നുള്ളൊരു തുറന്ന പറച്ചിലാണ്. അതേസമയം ചില സമയത്ത് കൗണ്ടർ പോയിൻ്റായിട്ട് ഓപ്പോസിറ്റ് പോയിൻ്റായിട്ട് വരുന്നുണ്ട്. സോ ദിസ് സ്ട്രക്ചറൽ ചോയ്സ് സെർവ്സ് മൾട്ടിപ്പിൾ പർപ്പസസ്. ഇത് പല രീതിയിൽ ഈ ഒരു കവിതയെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. ദ ആൾട്ടർനേറ്റിംഗ് വോയിസസ് റിഫ്ലക്റ്റ് ഹൗ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ് കംസ് ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇത് പ്രണയം എന്ന് പറയുന്നത് ഒരു ബോയ് പെർസ്പെക്റ്റീവിൽ നിന്നും ഗേൾ പെർസ്പെക്റ്റീവിൽ നിന്നും പിന്നീട് രണ്ടുപേരുടെയും മ്യൂച്വൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും ഇവോൾവ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് വെൻ വൺ പോയിറ്റ് സീസ് ലവ് വർ എ ഹെംപ് നെക്ലെസ്, ദ അതർ റെസ്പോൺസ് വിത്ത് ലവ് വർ എ ടൈറ്റ് ഫ്രഞ്ച് ബ്രെയ്ഡ്. വി സീ ഹൗ പേഴ്സണൽ ആൻഡ് വാരീഡ് അവർ ഏർലി കോൺസെപ്ഷൻസ് ഓഫ് ലവ് ക്യാൻ ബി. പ്രണയത്തിനെ കുറിച്ചുള്ള ആദ്യമായിട്ടുണ്ടാവുന്ന ഈ കോൺസെപ്റ്റുകൾ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും അതുപോലെ അപ്പിയറൻസിനൊക്കെയാണ്. അപ്പോൾ ഒരാൾ ഹെംപ് നെക്ലസ് ധരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ അടുത്ത ആൾ ഉടനെ പറയുന്നുണ്ട് ഫ്രഞ്ച് രീതിയിൽ മുടി മെടഞ്ഞിട്ടിട്ടുള്ള ഒരു ഗേൾ ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ എത്ര പേഴ്സണലായിട്ടാണ് നമ്മൾ വളരെ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇമാജിനേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. സോ ദിസ് ബാക്ക് ആൻഡ് ഫോർത്ത് ക്രിയേറ്റ്സ് എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഫ്രം ഇൻഡിവിജ്വൽ മെമ്മറീസ്. ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ മെമ്മറീസിൽ നിന്നുള്ള ഒരു ഓൾ ഓൺ എ സഡൻ ആയിട്ടുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ പറയുമ്പോഴേക്കും മറ്റേ ആൾ ഉരുളക്കുപ്പേരി പോലെ പറയുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദ പോം മൂവ്സ് ക്രൊണോളജിക്കലി ത്രൂ 3 ഡിസ്റ്റിങ്ക്റ്റ് ടെമ്പറൽ ഫേസസ്. അതാണ് ഈ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. 3 ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ഡിസ്റ്റിങ്ക്റ്റ് ടൈം എലമെൻറ്റിൽ വെച്ചിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, പ്രണയത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ചൈൽഡ്ഹുഡ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ദെൻ ഏർലി എക്സ്പീരിയൻസ്. ചൈൽഡ്ഹുഡ് എക്സ്പെക്റ്റേഷൻസും ഫാൻറ്റസീസിൽ നിന്നും പിന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, പ്രണയത്തിൻ്റെ ശരിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതിൽ നിന്ന്, എന്നിട്ട് ആ ഒരു പ്രണയം മാറി മറിഞ്ഞിട്ട് നമ്മുടെ ഒരു മെച്യൂർ ലൈഫിലുള്ള വെൻ യു ഗ്രോ ഓൾഡ് ആ ഒരു സമയത്തുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും. അങ്ങനെ ഒരു 3 ലെവലിൽ നിന്നാണ് പ്രണയത്തിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈച്ച് ഫേസ് എംപ്ലോയ്സ് ഡിഫറെൻറ്റ് പോയറ്റിക് ടെക്നീക്സ് ആൻഡ് ടോണൽ ക്വാളിറ്റീസ് ടു മാർക്ക് ദ സ്പീക്കേഴ്സ് ഗ്രോത്ത്. ഇവരുടെ ടോണിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഹ്യൂമറസ് എലമെൻറ്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് പ്രണയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നൗ ലാംഗ്വേജ്, മെറ്റഫേഴ്സ് ആൻഡ് ഇമേജസ്. സോ ഫ്രം ദ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് എങ്ങനെയാണ് ലാംഗ്വേജും മെറ്റഫേഴ്സും വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഒന്ന്, ഡിസ്കസിങ് ദി യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് വിത്ത് ഹൈലി സ്പെസിഫിക് ഡീറ്റെയിൽസ്. അപ്പോൾ സ്പെസിഫിക് ഡീറ്റെയിൽസിലൂടെ ആണ് യൂണിവേഴ്സലായിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹെംപ് നെക്ലെസ്, അതുപോലെ റീറ്റെയിനേഴ്സ് ഇടുന്നത്, ദെൻ മിഡ് നൈറ്റ് കുക്കി ഈറ്റിംഗ്, വളരെ പേഴ്സണലായിട്ടുള്ള ഓരോ എന്താ പറയുക രീതികളാണ്. സോ ഇതെല്ലാം it ground the poem in lived experience, making the poem's idea both accessible and authentic. അപ്പോൾ നമുക്ക് കവിത ഇങ്ങനെ ആ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കേട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതിലൂടെയാണ് യൂണിവേഴ്സലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ദെൻ ഫിസിക്കൽ ഗ്രോത്ത്. Love is described as stretching like a trampoline, suggesting both elasticity and potential energy. Trampoline എന്നുള്ളത് ഈ കുട്ടികളൊക്കെ കയറി നിന്ന് ചാടാൻ പറ്റുന്ന ആ ഒരു സാധനത്തിനെയാണ്. സോ ട്രാംപോളിനെ പോലെ അത്രയും എലാസ്റ്റിസിറ്റിയും സപ്പോർട്ടും, നിങ്ങൾ എത്ര ജമ്പ് ചെയ്താലും അതിനനുസരിച്ച് അത് പൊട്ടില്ല. അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും അതിൻ്റെ ഒരു എനർജിയും ഒക്കെ ലവിൻ്റെ ഒരു നേച്ചറായിട്ടാണ് കാണിക്കുന്നത്. സോ ദിസ് മെറ്റഫർ ഇംപ്ലൈസ് ദാറ്റ് ലവ് എക്സ്പാൻഡ്സ് അവർ കേപ്പബിലിറ്റീസ് വൈൽ റിമൈനിങ് ഫണ്ടമെൻ്റലി പ്ലേഫുൾ. അപ്പോൾ ഒരു ട്രാംപോളിൽ നിന്ന് ചാടുന്ന പോലെ വളരെ പ്ലേഫുള്ളാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ലവ്. അതിലൊരു പെർമനൻസിയോ ഉറപ്പോ ഒന്നും പറയാൻ പറ്റില്ല. സോ അത് നമ്മളെ തന്നെ ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിനുള്ള നല്ലൊരു മെറ്റഫറായിട്ടാണ് ട്രാംപോളിൻ വരുന്നത്. ആൻഡ് ദെൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ലോസ് ആൻഡ് ചേഞ്ച്,
The comparison of love's disappearance to baby teeth is The comparison of love's disappearance to baby teeth is particularly effective, and it suggests both natural development and necessary pain. So that means വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പെയിനും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ബേബി ടീത്ത് നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, ആസ് ഐ സെഡ് ഏർലിയർ. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആ ഒരു പെയിനും അതുകൊണ്ട് നെസസറി ആവുന്നു. ഈ ഒരു മെറ്റഫർ ഈ ഒരു പ്രണയത്തിൻ്റെ നഷ്ടം എങ്ങനെ നമ്മുടെ ഗ്രോത്തിൽ വളരെ ഇനവിറ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ലോസ് ആൻഡ് ചേഞ്ച് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഈ ഒരു പോയത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ നാവിഗേഷൻ. സോ ദ മെച്യൂർ വേർഷൻ ഓഫ് ലവ് ഇസ് ഡിസ്ക്രൈബ്ഡ് ത്രൂ ട്രാവൽ മെറ്റഫേഴ്സ്. അപ്പോൾ ട്രാവൽ മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ട് പ്രണയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലവ് ഇസ് എ ടെറിബിൾ ഡ്രൈവർ ബട്ട് എ ഗ്രേറ്റ് നാവിഗേറ്റർ. ആ ലൈൻസ് കാണുന്ന പോലെ സജസ്റ്റിംഗ് ദാറ്റ് ദ ജേർണി ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഡെസ്റ്റിനേഷൻ. അതിനർത്ഥം ഒരാൾ നല്ല ഡ്രൈവർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ഡ്രൈവർ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഗതിയിലൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ്, അല്ലാതെ ഡ്രൈവിംഗ് എന്നുള്ള ആക്ടിനെയല്ല. സോ അത് രണ്ടർത്ഥത്തിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നാവിഗേഷൻ എന്ന് പറയുന്നത് ഗതി നിർണ്ണയിക്കലാണ്. സോ ദാറ്റ് മീൻസ് ജേർണി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഗ്രോത്തും പ്രോഗ്രഷനും ലൈഫിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒഴുക്കാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ഡെസ്റ്റിനേഷൻ അല്ല. സോ യു കനോട്ട് ബി വെരി ഷുവർ അബൌട്ട് യു വിൽ റീച്ച് അറ്റ് ദിസ് പ്ലേസ് ഇൻ ലൈഫ് ഓർ യു വിൽ ബി വിത്ത് ദിസ് പേഴ്സൺ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള കൃത്യത ഇല്ലാതിരിക്കലാണ് പ്രണയത്തിൻ്റെ മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത്. ദെൻ ദ പോംസ് ലാംഗ്വേജ് ഇവോൾവ്സ് വിത്ത് ദി സബ്ജക്റ്റ് മാറ്റർ. ഏർലി ഡിസ്ക്രിപ്ഷൻസ് യൂസ് ലാംഗ്വേജ് ഓഫ് ഫെയറി ടെയിൽ ആൻഡ് പോപ്പ് സോങ്സ്. ആദ്യം പറയുന്നത് ഏർലി എക്സ്പെക്റ്റേഷൻസ് ഓഫ് ലവ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയൽസാണ് ആദ്യം വരുന്നത്. ഫെയറി ടെയിൽസിലെ ഇമേജസും അതുപോലെ ബീറ്റിൽ സോങ്സിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. മിഡിൽ സെക്ഷൻ എത്തുമ്പോൾ കുറച്ച് തമാശ രൂപത്തിൽ ഹ്യൂമറസ് ആൻഡ് ഐറോണിക്കൽ വേയിലാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം എക്സ്പെക്റ്റ് ചെയ്ത ഒന്നുമല്ല സംഭവിക്കുന്നത്. ദ ടീത്ത് ഗെറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഡ്യൂറിങ് കിസ്സിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ദെൻ ദ ഫൈനൽ സെക്ഷൻ ബാലൻസസ് കൊളോക്കിയൽ ഒബ്സർവേഷൻസ്. ഇതിനിടയ്ക്ക് വരുന്ന ചില ലൈൻസാണ് ലവ് ഷെയ്ഡ്സ് വിത്ത് പ്രൊഫൗണ്ട് ട്രൂത്ത്സ്, ലവ് അറൈവ്സ് എക്സാക്ട്ലി വെൻ ലവ് ഇസ് സപ്പോസ് ടു. അപ്പോൾ ഒരു പ്രൊഫൗണ്ട് ട്രൂത്ത്സിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ ആ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ ഈ ഒരു ചേഞ്ച് 3 സ്റ്റേജിലും പറഞ്ഞിട്ടുള്ള ടൈമിനനുസരിച്ച് ടെമ്പറലായിട്ട് വരുന്ന ചേഞ്ച് ഇതിൻ്റെ ലാംഗ്വേജിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ലിംഗ്വിസ്റ്റിക് പ്രോഗ്രഷൻ, ഈ ഒരു 3 സ്റ്റേജിലൂടെയുള്ള ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഇമോഷണൽ മെച്യൂരിറ്റി ഫ്രം റൊമാൻറ്റിക് ഐഡിയലൈസേഷൻ ത്രൂ സിനിക്കൽ ഡിസൊല്യൂഷൻമെൻറ്റ് ടു നുവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. ആദ്യത്തേത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒറിജിനൽ ഇതന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഓരോ ധാരണകൾ, ദെൻ അതിൽ നിന്നും നഷ്ടപ്പെടലിൻ്റെ ഒരു വളരെ സിനിക്കലായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സും എമോഷൻസും, ആൻഡ് അതിൽ നിന്ന് പിന്നെ വളരെ കൃത്യമായിട്ടുള്ള വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, പ്രണയം എന്ന് പറയുന്നത് തമ്മിൽ മനസ്സിലാക്കലാണെന്നും തുടങ്ങിയിട്ടുള്ള വളരെ ന്യൂആൻസ്ഡ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കുമാണ് കവിത പോകുന്നത്. ആൻഡ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഹ്യൂമറസ് ആസ്പെക്ട്സ് ഇൻ ദ പോം എന്നുള്ളതാണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫാൻറ്റസി ഓഫ് ദ യങ്സ്റ്റേഴ്സ് ലവ് ആൻഡ് ദ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ലവ് ഇൻ റിയൽ ലൈഫ് ക്രിയേറ്റ്സ് കോമഡി ഇൻ ദ പോം. ഈ ഒരു സ്റ്റാൻഡപ്പ് സ്പീക്കിംഗ് പോയത്തിലുള്ള ഹ്യൂമറസ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമാജിനേഷൻ എന്നൊക്കെ വളരെ വിപരീതമായിരിക്കും റിയൽ ലൈഫിൽ സംഭവിക്കുക എന്നുള്ള റിയലൈസേഷൻ തന്നെയാണ്. പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഓഫ് ലവും ഫാൻറ്റസി ആസ്പെക്റ്റ് ഓഫ് ലവും തമ്മിലുള്ള കോൺട്രാഡിക്ഷനാണ്, ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഇതിലെ ഹ്യൂമറസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ലവ്സ് അപ്പിയറൻസസ് ഇൻ ബോൾ കട്ട്, ഔട്ട് ഓഫ് ഫാഷൻ സ്റ്റൈൽസ് ആൻഡ് ലവ്സ് ഹാബിറ്റ് ഓഫ് വെയറിംഗ് ദ സെയിം ക്ലോത്ത്സ് റിപ്പീറ്റഡ്ലി ആസ് അഗെയിൻസ്റ്റ് ദ ഡ്രീം ആർ ഹ്യൂമറസ്.
ആദ്യം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബ്രൈഡ് മീൻസ് മുടി മുടഞ്ഞിട്ടിട്ടുള്ളൊരു കുട്ടിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഹെംപ് നെക്ലസ് ഉണ്ടാവും എന്നതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൗൾ കട്ടിലുള്ള ആളായിട്ട് വരുന്നത്, അതുപോലെ ഔട്ട് ഓഫ് ഫാഷൻ ഡ്രസ്സിൽ അപ്പിയർ ചെയ്യുന്നത്, ഭയങ്കര നീറ്റ് ആൻഡ് ജെൻറ്റിൽ മാൻലി ആയിരിക്കുന്ന ആളാവെന്ന് വിചാരിക്കുന്നിടത്ത് ആഴ്ചയിൽ മുഴുവനും ഒരേ ഡ്രസ്സ് ഇടുന്ന ഒരാളായിട്ടുള്ള അപ്പിയറൻസ്, ഇതൊക്കെയാണ് ഹ്യൂമറസ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ദ റിയാലിറ്റി ഓഫ് ഫസ്റ്റ് ലവ് ബ്രിങ്സ് ഓക്വേർഡ് കിസ്സസ് where teeth clash and becomes reason for lying to parents about whereabouts. ഇമാജിനേഷൻസിൽ ഒരിക്കലും ഉള്ളതല്ല സംഭവിക്കുന്നത്, പാരൻസിനോട് കളവ് പറയേണ്ടി വരുന്നത്, ദെൻ കിസ്സിങ്ങിലുള്ള ഓക്വേർഡ്നെസ്, ഇതൊക്കെയാണ് പിന്നീടുള്ള ഒരു സ്റ്റേജിൽ ഹ്യൂമർ എലമെൻറ്റ്. ദെൻ ദ പോംസ് ഓണസ്റ്റ് പോർട്രയൽ ഓഫ് ലവ്സ് റിയാലിറ്റി ആസ് മെസ്സിയർ ആൻഡ് മോർ കോംപ്ലെക്സ് ബ്രിങ്സ് ഹോം ഹ്യൂമർ. വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെസ്സി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും ഇല്ലാതെ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കോംപ്ലെക്സിറ്റി ഉള്ള ബിഹേവിയറൊക്കെയാണ് ഒരു ഹ്യൂമറസ് എലമെൻറ്റ് വരുന്നത്. ദെൻ എക്സ്പ്ലെയിനിങ് ദ ആക്ഷൻസ് ഓഫ് ലവ് ആസ് എ പേഴ്സൺ ബ്രിങ്സ് ഹ്യൂമർ. Love wears lingerie but also a retainer, drives poorly but navigates well, uses the word boobs in front of parents, chews loudly and leaves the toothpaste cap off. So വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ലിംഗറീസ് ധരിക്കുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ ഒരിക്കലും ചേരാത്ത റീറ്റെയിനർ കൂടി ധരിച്ചിട്ടുണ്ടാവും. ദെൻ വളരെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾ, ഹി ഡ്രൈവ്സ് പുവർലി ബട്ട് എത്തേണ്ടിടത്ത് എത്തിക്കാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട്. ദെൻ നമ്മൾ റിയൽ ലൈഫിൽ പാരൻസിന് മുമ്പിലൊന്നും സംസാരിക്കാൻ നോർമലി വിചാരിക്കാത്ത വേർഡ്സൊക്കെ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് സംസാരിച്ചിട്ട് ഇവർ എംബറാസ്ഡ് ആവുന്നു. അപ്പോൾ ഈ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, വളരെ മാനറിസംസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു. അതായത് ശബ്ദമില്ലാതെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ ഒച്ചത്തിൽ ച്യൂ ചെയ്യുന്നു, ചവയ്ക്കുന്നു. ആൻഡ് ദെൻ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് ടൂത്ത് പേസ്റ്റിൻ്റെ പോലും ക്യാപ്പ് മൂടി വെക്കാത്ത ഒരാൾ. സോ ഇതെല്ലാം ഹ്യൂമറസ് എലമെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. സോ ദ പോം ഈവൻ എക്നോളജസ് ഹ്യൂമറസ്ലി ബട്ട് മീനിങ്ഫുള്ളി ദാറ്റ് ലവ് ഷിറ്റ്സ്. ആ ഒരു ലൈനും വളരെ രസകരമാണ്. ദ പെർഫോമേഴ്സ് ബോഡി ലാംഗ്വേജ്, tone, gestures and suspense that they create support the humor element in the poem. പിന്നെ ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പീക്കേഴ്സ് ഇത് അവതരിപ്പിക്കുന്ന രീതി, അവരുടെ ജെസ്റ്റേഴ്സ്, ദെൻ അവർ ക്രിയേറ്റ് ചെയ്യുന്ന സസ്പെൻസ്, ഇടയ്ക്ക് വരുന്ന പോസസ്, ഇതെല്ലാം ഈ ഒരു ഹ്യൂമർ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ കെ നോട്ട്സ് ദാറ്റ് സ്പോക്കൺ വേർഡ് എംപ്ലോയ്സ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ടൂൾ ബോക്സ് ദാൻ പോയട്രി മെൻറ്റ് സോൺലി ഫോർ ദ പേജ്. നമ്മൾ റിട്ടൺ ആയിട്ട് പഠിക്കുന്ന പോംസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ് സ്പോക്കൺ പോം എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്സ്, അതിൻ്റെ എക്സാക്റ്റ് ടൈം, അതെങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ റിട്ടൺ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോംസിൽ ഈ ആസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ ഇവരുടെ ഒരു ഹ്യൂമർ സെൻസും ബോഡി ലാംഗ്വേജും എല്ലാം ഈ ഒരു ഹ്യൂമർ ആസ്പെക്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു അവർ വേർഡ്സ് വി ആർ തിങ്കിങ് അബൌട്ട് തിങ്സ് ലൈക്ക് എ ബോഡി, എ വോയിസ്, അവർ ഇൻട്രാക്ഷൻ വിത്ത് ദി ലൈവ് ഓഡിയൻസ്, ഹി സേസ്. ഇത് ഫിൽ കെ പറയുന്ന ഒരു കൊട്ടേഷനാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ വേർഡ്സ് എഴുതി വെക്കുന്നതിന് പകരം അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബോഡിയും വോയിസും ഇൻട്രാക്ഷനും ഈ ഒരു ലൈവ് ഓഡിയൻസിനോട് എങ്ങനെ കണക്ട് ചെയ്യുന്നു തുടങ്ങിയതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കവിതയുടെ ഹ്യൂമറസ് ആസ്പെക്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ.